തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന് നമ്മളൊക്കെ ആകുലതയോടും പ്രത്യാശയോടും കൂടി നോക്കി നിൽക്കുന്ന നാളുകളാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ന്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്നതൊക്കെ കുറേ എക്സിറ്റ് പോളുകളാണ്. ഓരോ ന്യൂസ് ചാനലും വ്യത്യസ്തമായ എക്സിറ്റ് പോളുകളാണ് പറയുന്നത്. ചിലർ ഒരു പാർട്ടി ജയിക്കുമെന്ന് പറയുമ്പോൾ മറ്റു ചിലർ ആ പാർട്ടി തോൽക്കുമെന്ന് പറയും. ചിലർ വേറെ പാർട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യസ്തമായ ജയത്തെക്കുറിച്ചാണ് ഓരോ മണ്ഡലങ്ങൾ തിരിച്ചു പോലും വ്യത്യസ്ത ന്യൂസ് ചാനലുകളൊക്കെ പറയുന്നത്. ഒത്തിരി എക്സിറ്റ് പോളുകൾ ഇപ്പോൾ വരുന്നുണ്ട്, ഒത്തിരി സർവേകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇതിലേതാണ് ശരി അറിയില്ല. ഇതിലേതാണ് ശരിയെന്നോ ഏതാണ് സത്യമെന്നോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത്രയേറെ നല്ല രീതിയിൽ നുണകൾ പ്രചരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ആലോചിച്ചാൽ മനസ്സിലാകും, എല്ലാ ന്യൂസ് ചാനലുകൾക്കും അവരുടേതായ അജണ്ടകളുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണല്ലോ എല്ലാവരും അവരുടെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആരാണോ സാമ്പത്തിക നേട്ടം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, ആരാണോ ലാഭത്തിൻ്റെ ആഘാതം കൂട്ടിക്കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി അവർ കുറേ സർവേകൾ ഇറക്കും. അങ്ങനെ തന്നെയാണ് ഇന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. തീർച്ചയായിട്ടും ചില അപൂർവമായ നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം കാണും. എങ്കിൽ തന്നെയും ഇപ്പോൾ കാണുന്ന സാഹചര്യം നോക്കുമ്പോൾ എല്ലാ യൂട്യൂബ് ചാനലുകളും എല്ലാ ന്യൂസ് ചാനലുകളൊക്കെ കൃത്യമായൊരു അജണ്ട അവിടെ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. എന്തായിരിക്കും ഇതിനൊക്കെ കാര്യം ചില നുണകൾ പ്രചരിച്ചാൽ അത് പിന്നീടുള്ള പോളിംഗ് ദിവസത്തിൽ പോലും അതൊരു സഹായകമായി മാറും. അതുകൊണ്ട് കൃത്യമായി അവർ നുണകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം അങ്ങനെ നുണയാണ് ഓർമ്മിപ്പിക്കുന്നത്. യേശു ഉദ്ധാനം ചെയ്ത് കണ്ടവർ കുറേയധികം പേരാണ്. ഇവർ പോയിട്ട് കൊന്നവരോട് പറഞ്ഞു, അവൻ ഉദ്ധാനം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അവനെ കണ്ടു എന്ന് മാത്രമല്ല തൊട്ടു, അവൻ്റെ കാലിൽ പിടിച്ച് ആരാധിച്ചു. അവരെന്തെന്നറിയോ? കുറച്ച് കാശ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എല്ലാവരോടും പോയി പറയണം, വെറുതെയാണ്. അവർ ആ നുണ പ്രചരിപ്പിച്ചു. സുവിശേഷം അവസാനിക്കുന്നിടത്ത് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴും ആ നുണ യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട് എന്നാണ്. ചില കള്ളങ്ങളൊക്കെ അങ്ങനെയാണ്. എത്ര മായ്ക്കാൻ നോക്കിയാലും മായ്ക്കാൻ പറ്റാത്ത വിധത്തിൽ അതെല്ലാവരിലേക്കും എത്തിത്തീരും. നമ്മൾ ഓർക്കണം, സത്യവും കള്ളവും പണം കൊണ്ട് നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടവരല്ല നമ്മൾ. തിരിച്ചറിയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. ജനാധിപത്യത്തിൻ്റെ കൃത്യമായ വോട്ടവകാശം നമുക്കുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഓരോ മനുഷ്യൻ്റെയും മൗലിക അവകാശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് തോന്നുന്നവർക്ക് ബോധ്യത്തോടു കൂടി വോട്ട് ചെയ്യേണ്ട ഒരു അവകാശം വേണം നമുക്കിത്. നുണ പ്രചരിപ്പിക്കേണ്ട, നുണകൾ കൂട്ടുനിൽക്കേണ്ട സമയമല്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൃത്യമായി പാലിക്കപ്പെടുന്നു എന്ന് തോന്നുന്നവർ